യെസ്, അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് വാർത്തയിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20യിലെ 4ാമത്തെ മത്സരത്തിലും ഇന്ത്യക്ക് ജയം. T20യിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് കാര്യവട്ടത്ത് പിറന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ താരം സ്മൃതി മന്ദാന 10,000 റൺസ് തികച്ചു. ഈ നേട്ടം കരസ്ഥമാക്കുന്ന 4ാമത്തെ താരമാണ് സ്മൃതി. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ടോസ് നേടി ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ ശ്രീലങ്കയ്ക്കായിരുന്നു ടോസ്. ടോസ് നേടിയ ടീം ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. പിന്നെ പിറന്നത് ചരിത്രം. ഷഫാലി വർമ്മയുടെയും സ്മൃതി മന്ദാനയുടെയും ഓപ്പണിംഗ് മികവിൽ ഇന്ത്യ നേടിയത് 162 റൺസ്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടായി ഇത് മാറി. അന്താരാഷ്ട്ര തലത്തിൽ 10,000 റൺസ് തികയ്ക്കാൻ 27 റൺസ് മാത്രമാണ് സ്മൃതി മന്ദാനയ്ക്ക് വേണ്ടിയിരുന്നത്. 48 പന്തിൽ നിന്ന് 80 റൺസ് എടുത്ത് സ്മൃതി മന്ദാന ആ റെക്കോർഡും കരസ്ഥമാക്കി. സ്മൃതി തന്നെയാണ് കളിയിലെ മികച്ച താരവും. ഇന്ത്യ 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് എടുത്തപ്പോൾ ശ്രീലങ്കയ്ക്ക് 191 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. കഴിഞ്ഞ 3 മത്സരങ്ങളിലും 130 എന്ന സ്കോറിലേക്കെത്താൻ ശ്രീലങ്കയ്ക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ തങ്ങൾ ഇന്ത്യക്ക് പറ്റിയ എതിരാളികളാണെന്ന് ശ്രീലങ്ക തെളിയിച്ചു. അല്പസമയമെങ്കിലും ഇന്ത്യൻ താരങ്ങളെ ഒന്ന് വിറപ്പിച്ചു. ഇന്ത്യൻ സംഘത്തിന്റെ ബാറ്റിംഗ് മികവ് എടുത്തു പറയുമ്പോഴും ഫീൽഡിംഗിലെ പിഴവ് വലിയ പ്രശ്നം തന്നെയാണ്. പരമ്പര സ്വന്തമാക്കിയെങ്കിലും ഫീൽഡിംഗിലെ പിഴവ് തിരിച്ചറിയാൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. പരമ്പരയിലെ അവസാന മത്സരം ഡിസംബർ 30 വൈകിട്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. മീഡിയ 1, തിരുവനന്തപുരം. വനിതാ T20യിൽ വേഗമേറിയ അർദ്ധ സെഞ്ചുറി കുറിച്ച് ഓസ്ട്രേലിയൻ താരം ലോറ ഹാരിസ്. വനിതാ സൂപ്പർ സ്മാഷ് ടൂർണമെന്റിൽ ഒട്ടോഗയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച താരം 15 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി തികച്ചു. കാൻറ്റർബറിക്കെതിരായ മത്സരത്തിൽ 17 പന്തിൽ 52 റൺസ് എടുത്ത ലോറയുടെ ഇന്നിംഗ്സ് 6 ഫോറുകളും 4 സിക്സറുകളും ഉൾപ്പെടുന്നതാണ്. 2022 വാർവിക്ക്ഷയറിനായി മേരി കെല്ലി സ്ഥാപിച്ച റെക്കോർഡിനൊപ്പമാണ് ലോറ ഇപ്പോൾ എത്തിയത്. 15 ഓവറിൽ 146 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഒട്ടോഗോയ്ക്ക് ലോറയുടെ ഈ വെട്ടിക്കെട്ട് ബാറ്റിംഗ് അനായാസ വിജയം സമ്മാനിച്ചു. വിമൻസ് പ്രീമിയർ ലീഗിൽ ഡൽഹിയുടെ താരമായിരുന്ന ലോറയെ ഈ കഴിഞ്ഞ സീസണിൽ ഡൽഹി റിലീസ് ചെയ്തിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം ഇന്ന് മധ്യപ്രദേശിനെ നേരിടും. 2 മത്സരങ്ങളിൽ 1 ജയവും 1 തോൽവിയും നേരിട്ട കേരളം ഗ്രൂപ്പ് എയിൽ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. കളിച്ച 2 മത്സരങ്ങളിലും വിജയിച്ച മധ്യപ്രദേശും കർണാടകയുമാണ് കേരളത്തിന് മുന്നിലുള്ളത്. റൺ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ മുന്നിലുള്ള മധ്യപ്രദേശിനെയാണ് കേരളം ഇന്ന് നേരിടുന്നത്. ആദ്യ കളിയിൽ ത്രിപുരയ്ക്കെതിരെ കൂറ്റൻ ജയം നേടിയ കേരളം 2ാം മത്സരത്തിൽ കർണാടകയോട് 8 വിക്കറ്റിന്റെ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് 284 എന്ന മികച്ച സ്കോർ കണ്ടെത്തിയിട്ടും പരാജയപ്പെടുകയായിരുന്നു. രോഹൻ കുന്നുമൽ നയിക്കുന്ന കേരള ടീമിൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്നും മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഓൾറൗണ്ട് പ്രകടനവുമായി ബാബ അപരാജിത് കേരളത്തിനായി കഴിഞ്ഞ 2 മത്സരങ്ങളിലും മികവ് കാട്ടിയിരുന്നു. മറുവശത്ത് വെങ്കടേഷ് അയ്യറാണ് മധ്യപ്രദേശിനെ നയിക്കുന്നത്. ആദ്യ 2 കളിയിൽ രാജസ്ഥാനെ തോൽപ്പിച്ച മധ്യപ്രദേശ് 2ാം മത്സരത്തിൽ തമിഴ്നാടിനെയാണ് കീഴടക്കിയത്. ബംഗ്ലാദേശ് പേസ് ബൗളർ മുസ്തഫിസുർ റഹ്മാനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിപ്പിച്ചാൽ മത്സരങ്ങൾ തടസ്സപ്പെടുത്തുമെന്നും സ്റ്റേഡിയം കയ്യേറുമെന്നും ഭീഷണി. ഉജ്ജയിനിലെ പ്രാദേശിക മത നേതാക്കളാണ് ഭീഷണി ഉയർത്തി രംഗത്തെത്തിയത്. ഉജ്ജയിനിലെ റിൻ മുക്തേശ്വർ മഹാദേവ് ക്ഷേത്രം മുഖ്യ പൂജാരി മഹാവീർ നാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് IPL മത്സരങ്ങൾ തടസ്സപ്പെടുത്തുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചത്. 2026 IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയാണ് മുസ്തഫിസുർ കളിക്കാനൊരുങ്ങുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഇവരുടെ വാദം. ബംഗ്ലാദേശിലെ സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതർ ബംഗ്ലാദേശി താരങ്ങളെ ഇന്ത്യൻ മണ്ണിൽ കളിക്കാൻ അനുവദിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഇത്തവണത്തെ ലേലത്തിൽ മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിരുന്നു. 9.2 കോടി രൂപ മുടക്കിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് അദ്ദേഹത്തെ KKR ടീമിലെത്തിച്ചത്. ലേലത്തിൽ ടീമുകൾ വിളിച്ചെടുത്ത ഏക ബംഗ്ലാദേശ് താരവും മുസ്തഫിസുർ ആണ്. മെൽബണിൽ നടന്ന ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം ആഷസ് ടെസ്റ്റ് മത്സരം 2 ദിവസത്തിനുള്ളിൽ അവസാനിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഓസീസ് താരം സ്റ്റീവ് സ്മിത്ത്. ആദ്യ ദിനം 20 വിക്കറ്റും 2ാം ദിനം 16 വിക്കറ്റുമാണ് വീണത്. 36 വിക്കറ്റുകൾ 2 ദിവസം കൊണ്ട് വീഴുകയെന്നത് ടെസ്റ്റിൽ അസാധാരണമാണെന്നും ബൗളർമാർക്ക് പൂർണ്ണാധിപത്യം നൽകുന്ന പിച്ചാണിതെന്നുമാണ് സ്മിത്ത് വിമർശിച്ചത്. പിച്ച് ക്യൂറേറ്റർ കരുതിയാലും കൂടുതൽ ബൗളർമാരുടെ ആധിപത്യം പിച്ചിൽ കാണാനായി എന്നാണ് കരുതുന്നത്. കുറച്ചുകൂടി പുല്ല് ചെത്തി മാറ്റേണ്ടതുണ്ടായിരുന്നു എന്നാണ് സ്മിത്ത് കൂട്ടിച്ചേർത്തത്. മെൽബണിൽ നടന്ന ആഷസ് പരമ്പരയിലെ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന്റെ ജയമാണ് നേടിയത്.
ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഐവറി കോസ്റ്റ് കാമറൂൺ മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 51-ാം മിനിറ്റിൽ അമദ് ദിയലോയുടെ ഐവറി കോസ്റ്റാണ് മുന്നിലെത്തിയത്. പക്ഷെ 56-ാം മിനിറ്റിൽ ഗിസ്ലൈൻ കൊനാന്റെ ഓൺ ഗോൾ ഐവറി കോസ്റ്റിന് വിനയായി. മറ്റൊരു മത്സരത്തിൽ അൾജീരിയ ബുർക്കിനോ ഫാസോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. പെനാൽറ്റിയിലൂടെ റിയാദ് മെഹ്റസ് ആണ് ഗോൾ അടിച്ചത്. ഗിനിയ സുഡാൻ മത്സരത്തിൽ സുഡാനാണ് ജയം. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഗിനിയയെ തോൽപ്പിച്ചത്. മൊസാംബിക്ക് 2-നെതിരെ 3 ഗോളുകൾക്ക് ഗാബോണിനെ തോൽപ്പിച്ചു. ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഇന്ന് 4 മത്സരങ്ങളുണ്ട്. സിംബാബ്വെ സൗത്ത് ആഫ്രിക്ക മത്സരം രാത്രി 9:30 നടക്കും. അങ്കോള ഈജിപ്ത് മത്സരവും അതേ സമയത്ത് തന്നെയാണ്. മൊറോക്കോ സാംബിയ മാലി കാമറോസ് മത്സരം പുലർച്ചെ 12:30 തുടങ്ങുക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ച് ടോട്ടനം. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജയം. 42-ാം മിനിറ്റിൽ ആർച്ചി ഗ്രേയാണ് ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ സണ്ടർലാൻഡും ലീഡ്സ് യുണൈറ്റഡും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു.